ഹായ് ഗൈസ്, മോഹൻലാൽ ഒരു പ്രധാനപ്പെട്ട റോളിൽ വരുന്നുണ്ട് കണ്ണപ്പ എന്നുള്ള സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ബഹളായിരുന്നു. പോസ്റ്ററൊക്കെ ഷെയർ ചെയ്തപ്പോ എന്തോ സംഭവം ആക്കുന്നുണ്ട്, എന്തോ അടിപൊളി ഒരു സാധനം ലോഡിങ് ആണെന്നൊക്കെ ഫീൽ ഉണ്ടായിരുന്നു. വിഷ്ണു മഞ്ജു കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള മോഹൻലാല്, അതുപോലെ അക്ഷയ് കുമാർ, പ്രഭാസ്, അങ്ങനെ ഒരു ഹെവി ലോഡ് ആയിട്ടുള്ള ഒരു പടം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ വന്നിട്ട് പടം പോയി കണ്ട് അതും 3 മണിക്കൂറിന് മുകളിലുണ്ട്. തുടക്കം നല്ല രസമുണ്ടായിരുന്നു, കുട്ടികളെ കാണിച്ചിട്ടായിരുന്നു തുടക്കം. അപ്പം ആ കാടിന്റെ ഉള്ളിലുള്ള ഫ്രെയിമും ഷോട്ടുകളും അതുപോലെ തന്നെ കുട്ടികളായതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ശരത് കുമാർ ഒരു വലിയ റോളിലുണ്ട്. പടം തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ മനസ്സിലായി അത് എവിടെ എത്താൻ പോലുള്ള പടം. ആസക്കൂടാന്നുള്ള പാട്ടിലെ ആക്ട്രസ് ഉണ്ടല്ലോ, പ്രിട്ടി മുകുന്ദൻ, അവരാണ് ഇതിൽ നായിക. നെമേലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് വരുന്നത് അവരാണ്. വിഷ്ണു മഞ്ജു ചെയ്ത ക്യാരക്ടറിന്റെ പേര് തിന്നടു ആണ്. അവരും നെമേലി ആയിട്ടുള്ള പ്രണയം തുടങ്ങി. ഇവരുടെ പ്രണയം തുടങ്ങുന്നതും അതിനുശേഷമുള്ള സീനൊക്കെ അൺസഹിക്കബിൾ ആയിരുന്നു. 2 റൊമാൻറ്റിക് സോങ്സ് ഉണ്ട് ഇവർ തമ്മിൽ. ഫസ്റ്റ് വൺ ഓക്കെ ആണ്, പാട്ടും രസവും ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, സീനൊന്നും കുഴപ്പമില്ല. രണ്ടാമത്തെ സോങ് ഉണ്ടല്ലോ, ഇന്റർവെല്ലിന് ശേഷം ഒരു സാധനം വരുന്നുണ്ട്, വളരെ വൃത്തികെട്ട രീതിയിലുള്ള മുഖത്തിന്റെ എക്സ്പ്രഷൻസും ആക്ഷൻസ് എല്ലാം കൊണ്ട് ഒരു എന്താ പറയാ, ഒരു അരോചകമായിട്ട് തോന്നിയത് ആ പാട്ടാണ്. ഇതിൽ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് സ്റ്റീഫൻ ദേവസിയാണ്. എന്താ പറയാ, കീബോർഡ് വായിക്കുന്ന സ്റ്റീഫൻ ദേവസിയാണ്. ഒരു റൊമാൻറ്റിക് പാട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പടത്തിൽ ഉടനീളം ഒരു നോയ്സ് ആയിട്ട് എനിക്ക് തോന്നി, ഒരു ഓവർ ദ ടോപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുറെ ഡിവോഷണൽ ആയ സീനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഉള്ള പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും തനി ഭക്തിഗാന മോഡലായിട്ടുണ്ട്. പിന്നെ കുറെ കാത്തു നിന്നിട്ട് നമ്മൾ ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടന്റെ BGM കൊടുത്തത് അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ ആ നടന്ന് വരുമ്പോഴുള്ള ഒരു ഫീല് നന്നായിട്ടുണ്ട്. പക്ഷെ ലാലേട്ടന്റെ അപ്പിയറൻസ് കുറച്ചും കൂടെ നന്നാക്കായിരുന്നു. ഇതൊരുമാതിരി ഫുള്ള് കാണുമ്പോൾ ഒരുമാതിരി ഒരു കുറച്ച് സമയത്ത് ലാലേട്ടനുള്ള ഉള്ള പോർഷൻസ് ലാലേട്ടൻ നന്നായി ചെയ്തിട്ടുണ്ട്. തിന്നടു നെമേലി സീൻ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാല് നമ്മളെ ബാഹുബലിയിൽ പ്രഭാസും തമന്നയുള്ള സീന് പോലെ എക്സാക്ട്ലി സെയിം തോന്നുന്ന രീതി തന്നെയായിരുന്നു അവരുടെ ഫസ്റ്റ് കണ്ടുമുട്ടലും കാണുന്ന സീൻ എല്ലാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ബാഹുബലിനെ ഓർമ്മിപ്പിക്കുന്ന സീനുകളും സിറ്റുവേഷൻസും സിനിമയിലുണ്ട്. ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ, അതുപോലെ ഒന്നും അടുത്ത് പോലും എത്തുന്നില്ല. അതേപോലെയുള്ള ആക്ഷൻ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാം. പ്രഭാസിന് ഒരു ഗസ്റ്റ് റോൾ അല്ല, അതിൽ കൂടുതലുള്ള ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ട്. ലാലേട്ടനെ പോലെ അത്ര കുറഞ്ഞിട്ടല്ല. പ്രഭാസ് ഉള്ള റോൾ നല്ല വൃത്തി ചെയ്തിട്ടുണ്ട്, ഒട്ടും ഓവറാക്കാതെ നന്നായി ചെയ്തിട്ടുണ്ട് പ്രഭാസ്. അക്ഷയ് കുമാർ പ്രധാനപ്പെട്ട റോളാണ്, പക്ഷെ ഈ സിനിമ എന്തിനാണ് എന്നുള്ളതാ ശരിയായ ചോദ്യം. കാജലുണ്ട്, കാജലിനും പ്രധാനപ്പെട്ട റോൾ തന്നെ, പക്ഷെ ഇവരൊക്കെ എന്തിനാണ് ഈ പടത്തിന്? ശിവാരാധന പറ്റൂല അങ്ങനെയെല്ലാം പറഞ്ഞ് വാശി പിടിച്ച് നടക്കുന്ന തിന്നിടൂ എന്നുള്ള ക്യാരക്ടർ അവസാനം ഭ്രാന്തായി മാറുന്ന ഒരു അവസ്ഥയിലോട്ടെല്ലാം എത്തുന്നുണ്ട്. നമുക്കത് തോന്നി ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഒന്ന് ഒരു സ്റ്റേജിലോട്ട് വരെ എത്തിക്കും പടം. ക്ലൈമാക്സ് ഒക്കെ ഇമോഷണലായി കരഞ്ഞ് എന്തൊക്കെയോ സീനാ കാണിക്കുന്നത്. എന്തിനാണ് ഇത്ര വികൃതമായത്, എന്തിനാ ഇങ്ങനത്തെ സീനുകൾ തോന്നുന്ന ക്ലൈമാക്സ് ആയിരുന്നു. ഒരു ബാഹുബലി ആക്കാൻ വേണ്ടി നോക്കിയിട്ട് ഒരു എലി ബലി ആയിപ്പോയ ഒരു പടം. ആദിപുരുഷനെക്കാളൊക്കെ ഭേദമാണ്, കാരണം VFX സംഭവങ്ങളൊന്നും ഈ പടത്തിലില്ല, ഒരു ദിക്കിലേ ഉള്ളൂ. അത് പരമാവധി കൊളാക്കിയിട്ടുണ്ട്. പിന്നെ ശിവന്റെ കഴുത്ത് പാമ്പിനൊക്കെ കാണിക്കുന്നുണ്ട്, ആ പാമ്പിന് ഫുൾ ഓട്ടകളൊക്കെ ഉണ്ട്. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല, VFX ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പറഞ്ഞ പോലെ നല്ല ഫ്രെയിമും നല്ല ഷോട്ടുകളും ആയതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, കാടും സംഭവങ്ങളും. അത് മാത്രമേ ഉള്ളൂ. തിരക്കഥ വൻ പരാജയമാണ്. വിഷ്ണു മഞ്ജു തന്നെയാണ് തിരക്കഥ. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ലാലേട്ടന്റെ എൻട്രി എങ്ങനെയുണ്ട്? പ്രഭാസിന്റെ എൻട്രി എങ്ങനെയുണ്ട് പടം? നിങ്ങൾക്ക് എന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാവാം, കാരണം ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ചുള്ള വിലയേറെ അഭിപ്രായം? താഴെ മറക്കാതെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയും ഹാപ്പി ആയിട്ടിരിക്കും. മറ്റേ റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.